യിലും നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ എഴുതാം. അതായത് നിങ്ങൾക്ക് ഒരു വാഹനം വേണമെന്നിരിക്കെ എനിക്ക് ഏത് വാഹനമാണ് ആ വാഹനം, അതിൻ്റെ പേരെഴുതി ആ വാഹനം കിട്ടിയതിന് നന്ദി എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്കൊരു വീടാണ് വേണമെങ്കിൽ എൻ്റെ സ്വപ്ന ഭവനം എന്നിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് വിദേശ യാത്രയാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോയി ചുറ്റിക്കാണുവാൻ സാധിച്ചതിന് നന്ദി എന്ന് എഴുതാം. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഒരു ഇലയിൽ ഒരു ആഗ്രഹം മാത്രം എഴുതുക. അങ്ങനെയാകുമ്പോൾ 8 ആഗ്രഹങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ ബിരിയാണി ഇലയിൽ എഴുതി വെച്ചു കഴിഞ്ഞു. ഏത് മഷിയുള്ള പേന കൊണ്ടാണ് എഴുതേണ്ടതെന്നാൽ പച്ച അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ ചുവപ്പ്, ഇവയിൽ 3 ഏതെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ എഴുതി വെച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഇലകളെല്ലാം നമ്മൾ നമ്മുടെ കൈകളിൽ ഒരുമിച്ച് വെച്ച് നമ്മൾ നമസ്കാരം ചെയ്യുമ്പോൾ എങ്ങനെയാണോ കൈകളെ കൂട്ടി